എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, വരാൻ പോകുന്ന പരീക്ഷ കേറ്ററ്റ് പരീക്ഷയാണ്. കേറ്ററ്റ് നിർബന്ധമാണ്. അപ്പം വരാൻ പോകുന്ന LP-UPക്ക് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ കേറ്ററ്റ് പരീക്ഷയാണിത്. ഈ ഒരു കടമ്പ പാസ്സായാൽ മാത്രമേ വരാൻ പോകുന്ന LP-UP നമുക്ക് എഴുതാൻ കഴിയൂ. ചലഞ്ചർ ആപ്പിൽ ഏറ്റവും നല്ല ക്ലാസ്സുകളാണ് രാജേശ്വരി മിസ്സിൻ്റെയും എൻ്റെയും വിശാഖ് സാറിൻ്റെയും നേതൃത്വത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ്, രാജേശ്വരി മിസ് സൈക്കോളജി, മാത്സ് വിശാഖ് സാറ്. അപ്പോൾ മൊത്തത്തിൽ 90 മാർക്കാണ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് കേറ്ററ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നു മുതൽ നമ്മളൊരു സീരീസ് ആരംഭിക്കുകയാണ്. കേറ്ററ്റ് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മാരത്തോൺ വീഡിയോ നേരത്തെ തന്നെ ചെയ്യുമെന്ന് വിചാരിച്ചാൽ മതി. ഇംഗ്ലീഷ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് കേറ്ററ്റ് കാറ്റഗറി 1, 2, 3 ഇതിൽ കോമൺ ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ ആ കോമൺ ടോപ്പിക് എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ 3 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇത് പ്രയോജനപ്പെടുത്താം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ടീച്ചിങ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മെയിൻ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ്. നമ്മുടെ മെയിൻ ചാനൽ ഒറ്റ മാസം കൊണ്ട് 15,000 സബ്സ്ക്രൈബേഴ്സ് കയറി. അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ഇവിടെയും വേണം. നിങ്ങൾ ആദ്യം തന്നെ കാണുന്നവരാണെങ്കിൽ ഈ എൻ്റെ വാക്ക് വിലമതിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായിരിക്കും. ഇനി കൃത്യമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. ഓരോ ദിവസവും 2 വീഡിയോ വെച്ച് തരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് ടീച്ചിങ്ങിൻ്റെ, അതിലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് 10 ചോദ്യവും 10 ഇംഗ്ലീഷ് ടിപ്സുകളുമാണ്. മറ്റാരും പറഞ്ഞുതരാത്ത വ്യത്യസ്തമായിട്ടുള്ള ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. അത് മാത്രമല്ല, വളരെ കുറച്ച് സമയം കൊണ്ട്, ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ 10 മിനിറ്റേ കാണൂ, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയായിരിക്കും നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് പോകുന്നത്. സോ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം, ഐ പ്രിഫർ ഡൂയിങ് തിങ്സ് ടു ഡാഷ് ടെലിവിഷൻ. വാച്ച്, വാച്ചിങ്, വാച്ച്ഡ്. ആൻസർ കൊടുത്തിരിക്കുന്നത് വാച്ചിങ് ആണ്. എന്താണ്? വാച്ചിങ് ആണ്. എന്തുകൊണ്ട്? നമുക്കറിയാം, പ്രിഫറിന് ശേഷം എന്ത് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, പ്രിഫറിന് ശേഷം ടു ഉപയോഗിക്കണം. ഇതൊരു മാർക്കാണ്. പ്രിഫറിന് ശേഷം ഇവിടെ ടു ഉപയോഗിച്ചിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും പ്രിഫറിന് ശേഷം ടു വരും. അതൊരു മാർക്കായിട്ട് ചോദിക്കാറുണ്ട്. എന്നാൽ പ്രിഫറിന് ശേഷം ING വന്നാൽ, ഡൂയിങ്സ് അല്ല, ഡൂയിങ് ആണ്. പ്രിഫറിന് ശേഷം ING വന്നാൽ ടൂവിന് ശേഷവും ING തന്നെ ഉപയോഗിക്കണം എന്നൊരു റൂളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ റൂള് പഠിച്ചു, പ്രിഫറിന് ശേഷം ടു ഉപയോഗിക്കണം. രണ്ടാമത്തെ റൂള്, പ്രിഫറിന് ശേഷം ING വന്നാൽ ടൂവിന് ശേഷം ING ഉപയോഗിക്കണം. ഐ പ്രിഫർ റീഡിങ് ടു വാച്ചിങ് ടെലിവിഷൻ. ഐ പ്രിഫർ സൈക്ലിംഗ് ടു സ്വിമ്മിങ്. മനസ്സിലായോ? അപ്പം പ്രിഫറിന് ശേഷം ING വന്നാൽ ടൂവിന് ശേഷം ING ഉപയോഗിക്കണം. പ്രിഫറിന് ശേഷം ടു ഉപയോഗിക്കണം എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ റൂള് പലർക്കും അറിയത്തില്ല. പ്രിഫറിന് ശേഷം ING വന്നാൽ ടൂവിന് ശേഷം ING ഉപയോഗിക്കണം. രണ്ടാമത്തത്, പ്ലീസ് ലുക്ക് ഡാഷ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. അവസാനത്തെ സ്റ്റെപ്പിലേക്കൊന്ന് നോക്കൂ. പ്ലീസ് ലുക്ക് ഡാഷ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. അവസാനത്തെ ആ സ്റ്റെപ്പിലേക്കൊന്ന് നോക്കൂ. ലുക്ക് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ, നോക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ അറ്റാണ്. ലുക്ക് എന്ന അർത്ഥം വരുന്ന മറ്റു വാക്കുകളുണ്ട്. ഏതൊക്കെയാണ്? പീപ്പ്, ഗ്ലാൻസ്, സ്റ്റെയർ. സോ ലുക്കറ്റ്, പീപ്പറ്റ്, ഗ്ലാൻസറ്റ്, സ്റ്റെയററ്റ്, ഇങ്ങനെയുള്ള വാക്കുകൾ. അപ്പോൾ ലുക്കറ്റ് നോക്കുക, പീപ്പ് എത്തി നോക്കുക, ശേഷം ഉപയോഗിക്കുന്ന അറ്റ. ഗ്ലാൻസ് ഒറ്റ നോട്ടം, അറ്റാണ്. സ്റ്റെയർ എന്ന് വെച്ചാൽ തുറച്ച് നോക്കുക, അറ്റാണ്. ഓക്കെ, ലുക്കറ്റ്, പീപ്പറ്റ്, ഗ്ലാൻസറ്റ്, സ്റ്റെയററ്റ്. അതേപോലെ തന്നെ ഗ്ലെയററ്റ് എന്നൊരു വാക്കുണ്ട്. ഗ്ലെയർ, ദേഷ്യത്തോടെ നോക്കുന്നതിന് ഗ്ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ലുക്കറ്റ്, പീപ്പറ്റ്, ഗ്ലാൻസറ്റ്, സ്റ്റെയററ്റ്, ഗ്ലെയററ്റ് പഠിച്ചു വെക്കുക. അപ്പം ലുക്ക് എന്ന അതേ അർത്ഥം വരുന്ന വാക്കുകളുണ്ട്, പലതരത്തിലുള്ള നോട്ടം. അതിനുശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ അറ്റായിരിക്കും. പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി പ്രിവെൻറ്റഡ് മീ ഫ്രം ഡാഷ്. പ്രിവെൻറ്റ് എന്ന് പറഞ്ഞാൽ നിരോധിക്കുക എന്നാണ്, തടയുക എന്നൊക്കെയാണ്. 2 വാക്കുണ്ട് ഇംഗ്ലീഷിൽ. ഒന്ന് പ്രിവെൻറ്റ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രിവെൻറ്റ് എന്ന് പറയുന്ന വാക്ക്, അതേപോലൊരു വാക്ക് പ്രൊഹിബിറ്റ്, നിരോധിക്കുക. പ്രിവെൻറ്റ് തടയുക, പ്രൊഹിബിറ്റ് നിരോധിക്കുക. ഈ 2 വാക്കുകൾക്ക് ശേഷം ഫ്രം ഉപയോഗിക്കണം. അതിനുശേഷം ING ഉപയോഗിക്കണം. ഇത് ടിപ്പായിട്ട് കാണാതെ പഠിച്ചു വെക്കണം. ഹി പ്രിവെൻറ്റഡ് മീ ഫ്രം ഡാഷ്. അപ്പം മുമ്പത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ, അറ്റാണ്. ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ടിപ്സ് പറയുമ്പോൾ തന്നെ അറിയാം, ഫ്രമിന് ശേഷം ING. അപ്പോൾ ഉത്തരം എന്തുമായിരിക്കും? സ്മോക്കിംഗ് ആയിരിക്കും. പ്രിവെൻറ്റ്, പ്രൊഹിബിറ്റ്. പ്രിവെൻറ്റ്, പ്രൊഹിബിറ്റ് എന്നീ വാക്കുകൾക്ക് ശേഷം ഫ്രമും, പ്രിപ്പോഷനായിട്ട് വരുന്നത് ഫ്രമും, അതിനുശേഷം ING ഉപയോഗിക്കണം. ഇത് കാണാൻ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി, സെറ്റ് ആയിക്കോളും. നെക്സ്റ്റ്, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല. ഹീ ഈസ് ഫോണ്ട് ഓഫ് ഡാഷ് വയലിൻ. അവന് വയലിൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഫോണ്ട് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ ഓഫാണ്. എന്നാൽ അതേസമയം ഫോണ്ടിനെസ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ ഫോറാണ്.
ഹീ ഈസ് ഫോണ്ട് ഓഫ് ദ വയലിൻ. ഹീ ഈസ് ഫോണ്ട് ഓഫ് വയലിൻ എന്ന് പറയും. ഓക്കെ. എന്നാൽ ഹി ഹാസ് ഗ്രേറ്റ് ഫോണ്ട്നെസ് ഫോർ ദ വയലിൻ എന്നാണ് പറയുന്നത്. ഫോണ്ടിന് ശേഷം ഓഫും ഫോണ്ടിനെസ്സിന് ശേഷം ഫോറും എന്ന് പറഞ്ഞ് ഫോണ്ടിന് ശേഷം ഓഫും ഫോണ്ടിനെസ്സിന് ശേഷം ഫോറും. നെക്സ്റ്റ്, ഹീ ഈസ് കോൺഫിഡൻറ്റ് ഓഫ് ഡാഷ് ദ മാച്ച്. സൂപ്പർ ചോദ്യമാണ്. കോൺഫിഡൻറ്റിന് ശേഷം പല പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. എന്നാൽ കോൺഫിഡൻറ്റിന് ശേഷം ഓഫ് വന്നാൽ ഐ എൻ ജി ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് കോൺഫിഡൻറ്റിന് ശേഷം ഓഫ് വന്നാൽ ഐ എൻ ജി ഉപയോഗിക്കണം. ഒന്നുകൂടെ, കോൺഫിഡൻറ്റിന് ശേഷം ഓഫ് വന്നാൽ ഐ എൻ ജി ഉപയോഗിക്കണം. ഈ ഐ എൻ ജി എന്ന് ഞാൻ പറഞ്ഞതെല്ലാം ജെറണ്ടാണ്, വെർബല്ല, ജെറണ്ടാണ്. നൗൺ ഫോം ഐ എൻ ജി നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ജെറണ്ട്. ആൻസർ ഹീ ഈസ് കോൺഫിഡൻറ്റ് ഓഫ് വിന്നിങ് ദ മാച്ച് എന്നാണ് പറയുന്നത്. ഹീ ഈസ് കോൺഫിഡൻറ്റ് ഓഫ് വിന്നിങ് ദ മാച്ച്. ഓക്കെ. കോൺഫിഡൻറ്റിന് ശേഷം ഓഫ് വന്നാൽ മാത്രം ഐ എൻ ജി ഉപയോഗിക്കാം. നെക്സ്റ്റ്, ആറാമത്തെ, ഹീ ഈസ് ജലസ് ഡാഷ് യു. ജലസ് എന്ന് പറഞ്ഞാൽ അസൂയയുള്ള, ജലസ് അസൂയയുള്ള, അതിൻ്റെ നൗണാണ് ജലസി. എൻവി അസൂയയുള്ള, എൻവിഎസ് അസൂയയുള്ള, എൻവി ജലസി, അങ്ങനെ രണ്ട് വാക്കുണ്ട്. അതായത് ഇങ്ങനെ ജലസും എൻവിഎസും ഇതിൻ്റെ രണ്ട് അർത്ഥം അസൂയയുള്ള എന്നാണ്. അസൂയയുള്ള, ജലസ് ഓഫ്, എൻവിഎസ് ഓഫ്. ഓക്കെ. ജലസി എന്നാണെങ്കിലോ ജലസി എൻവി, ഇതിന് രണ്ടിന് ശേഷം ഫോറാണ്. ഇത് രണ്ടും നൗൺ ഫോമാണ്, അസൂയ എന്ന അർത്ഥത്തിലാണ്. ജലസും എൻവിഎസും ആണെങ്കിൽ ഓഫും, ജലസിയും എൻവിയും ആണെങ്കിൽ ഫോറും. എൻവി ഫോറ്, ജലസി ഫോറ്. ജലസ് ഓഫ്, എൻവിഎസ് ഓഫ് പഠിച്ചു വെക്കുക. ജലസ് എൻവിഎസ് ഇവയ്ക്ക് ശേഷം ഓഫും, ജലസി എൻവി ഇവയ്ക്ക് ശേഷം ഫോറും ഉപയോഗിക്കണം. ഓക്കെ. നെക്സ്റ്റ്, ഹി ഹാസ് ഗ്രേറ്റ് സിമ്പതി ഡാഷ് മീ. എന്നോട് ഭയങ്കര സിമ്പതി ഉണ്ടെന്നവന്. സിമ്പതി വിത്ത് മീ ആണോ, സിമ്പതി ഫോർ മീ ആണോ, സിമ്പതി ടു മീ ആണോ? എന്താണ് കറക്റ്റ്? സിമ്പതി എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ പഠിച്ചോണം. സിമ്പതി എന്ന് പറയുന്ന വാക്കിന് ശേഷം ഫോറും, സിമ്പതറ്റിക് അതിൻ്റെ അഡ്ജക്റ്റീവ് ആണെങ്കിൽ, സിമ്പതറ്റിക് എന്ന് പറയുന്ന വാക്കിന് ശേഷം സിമ്പതറ്റിക് എന്ന് പറയുന്ന വാക്കിന് ശേഷം ടൂവും, അതിൻ്റെ വെർബ് സിമ്പതൈസ്ഡ് അനുകമ്പ കാണിച്ച, സിമ്പതൈസ്ഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം വിത്ത് ഉപയോഗിക്കണം. എഴുതി വെച്ച് പഠിച്ചോണം. സിമ്പതി ഫോറ്, സിമ്പതറ്റിക് ടു, സിമ്പതൈസ്ഡ് വിത്ത്. പറഞ്ഞേ, സിമ്പതി ഫോറ്, സിമ്പതറ്റിക് ടു, സിമ്പതൈസ്ഡ് വിത്ത്. സിമ്പതി ഫോറ്, സിമ്പതറ്റിക് ടു, സിമ്പതൈസ്ഡ് വിത്ത് പഠിച്ചു വെക്കുക. സിമ്പതി ഫോറാണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സീരീസ് ആയിട്ട് വരികയാണ്. സൈക്കോളജി, ഇംഗ്ലീഷ്, മാത്സ് സീരീസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോവുകയാണ്. മാർക്കോണി ഇൻവെൻറ്റഡ് ഡാഷ് റേഡിയോ. മാർക്കോണി ഇൻവെൻറ്റഡ് ഡാഷ് റേഡിയോ. റേഡിയോ, ടെലിവിഷൻ, ഈ സയൻറ്റിഫിക് ഇൻവെൻഷൻസ് ഉണ്ടല്ലോ, ഇവയുടെ മുമ്പിൽ ആവശ്യമില്ലാത്ത ആർട്ടിക്കിളൊന്നും ഉപയോഗിക്കേണ്ട. അപ്പോൾ ഉദാഹരണം, കമ്പ്യൂട്ടർ ഈസ് എ യൂസ്ഫുൾ മെഷീൻ. കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നോ ആർട്ടിക്കിൾ. റേഡിയോ ഈസ് എ യൂസ്ഫുൾ മെഷീൻ, അതിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇതൊരാൾ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ, എപ്പോഴാണ് ഇൻവെൻ്റ് എന്ന് പറയുന്ന വാക്ക് വരുമ്പോൾ, ഒരാൾ ഇത് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പം നിർബന്ധമായിട്ടും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ മുമ്പിൽ ദാ ഉപയോഗിക്കണം. മാർക്കോണി ഇൻവെൻറ്റഡ് ദ റേഡിയോ റൂളാ. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഒരാൾ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ആ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ മുമ്പിൽ നിർബന്ധമായിട്ടും ദാ ഉപയോഗിക്കണം. മാർക്കോണി ഇൻവെൻറ്റഡ് ദ റേഡിയോ, ചാൾസ് ബാബേജ് ഇൻവെൻറ്റഡ് ദ കമ്പ്യൂട്ടർ, റൈറ്റ് ബ്രദേഴ്സ് ഇൻവെൻറ്റഡ് ദ എയറോപ്ലെയിൻ. മനസ്സിലായോ? അല്ലാത്ത കേസുകളിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹീ ഈസ് ലിവിങ് ഇൻ ഡാഷ് പഞ്ചാബ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളുടെ മുമ്പിലും ദാ ഉപയോഗിക്കാറില്ല. എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുമ്പിൽ ദാ ഉപയോഗിക്കും. സ്ഥലപ്പേരുകളുടെ മുമ്പിൽ ഈ ആർട്ടിക്കിൾ ദായ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. എക്സെപ്ഷണൽ കേസുകളുണ്ട്. എങ്കിലും ലോകത്ത് സ്ഥലപ്പേരുകളുടെ മുമ്പിൽ ദാ ഉപയോഗിക്കുന്ന ഒരു കേസ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ദ പഞ്ചാബ്. എന്തുകൊണ്ട്? 5 നദികളുടെ നാട് എന്ന അർത്ഥത്തിൽ പഞ്ചാബിൻ്റെ മുമ്പിൽ ദാ ഉപയോഗിക്കുന്ന. കേരള, തമിഴ്നാട്, കർണാടക ഇതിന് മുമ്പിലൊന്നും ആർട്ടിക്കിൾ ഉപയോഗിക്കത്തേയില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് മുമ്പിൽ ദാ ഉപയോഗിക്കും, അത് പഞ്ചാബാണ്. എവിടെ പറഞ്ഞാലും പഞ്ചാബിൻ്റെ മുമ്പിൽ ദാ വേണം. 5 നദികളുടെ നാട് എന്ന അർത്ഥത്തിലാണ് പഞ്ചാബിൻ്റെ മുമ്പിൽ ദാ ഉപയോഗിക്കുന്നത്. പഠിച്ചു വെക്കുക. ഓക്കെ ആണോ? സെറ്റ്. നെക്സ്റ്റ് വൺ, ഈ ദാ ഉപയോഗിക്കുന്ന സ്ഥലപ്പേരുകൾ കണ്ടു. ദ പഞ്ചാബ്, ദ സുഡാൻ. ഓരോ കാരണങ്ങളുണ്ട്, എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചു. കാരണം ഞാനിപ്പം പറയുന്നില്ല. ദ നെതർലൻഡ്സ്. ഈ 3 സ്ഥലങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചേക്കണം, ദാ ഉപയോഗിക്കുന്ന സ്ഥലപ്പേരുകൾ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി ലീവ് ഓൺ ഡാഷ് എർത്ത്. നമുക്കറിയാം യുണീക്ക് നൗൺ ആണ് എർത്ത്. എർത്താണ് യുണീക്ക് നൗൺ. എർത്ത് അതായത് സണ്ണ്, മൂണ്, എർത്ത് അറിയത്തില്ലയോ? ഇവയുടെ മുമ്പിൽ എപ്പോഴും ദാ ഉപയോഗിക്കണം എന്ന റൂള്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സണ്ണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ യുണീക്ക് നൗണായ സണ്ണ്, മൂണ്, എർത്ത് അങ്ങനെ ഒരെണ്ണം ഒന്ന് മാത്രം, അതാണ് യുണീക്ക് നൗൺ. ഇവയുടെ മുമ്പിൽ നിർബന്ധമായിട്ട് ദാ ഉപയോഗിക്കണം എന്നാണ് റൂള്. എന്നാൽ
ഓൺ എർത്ത്, കം ഡൗൺ ടു എർത്ത് എന്നീ പ്രയോഗങ്ങൾ വരുമ്പോൾ മാത്രമേ എർത്തിന് മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. ഏതൊക്കെയാ? ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക ഓൺ ഡാഷ് എർത്ത്, ആർട്ടിക്കിൾ ആവശ്യമില്ല, നോ ആർട്ടിക്കിൾ. വി ലീവ് ഓൺ എർത്ത്, ഡൗൺ ടു എർത്ത്, ഡൗൺ ഡാഷ് എർത്ത്, ഇങ്ങനെ ചോദിക്കും പരീക്ഷയ്ക്ക്. ആർട്ടിക്കിൾ വേണോ? വേണ്ട, ഡാ ഉപയോഗിക്കാറില്ല, ഇവിടെ ഒരു ആർട്ടിക്കിളും ആവശ്യമില്ല. ഓൺ എർത്ത്, കം ഡൗൺ ടു എർത്ത് എന്നീ പ്രയോഗങ്ങൾ വരുമ്പോൾ എർത്തിന് മുമ്പിൽ ആർട്ടിക്കിൾ ആവശ്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. അല്ലാത്ത എല്ലാ കേസുകളിലും എർത്തിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കണം. യുണീക്ക് നൗണുകൾക്ക് മുമ്പിൽ നിർബന്ധമായിട്ടും ആർട്ടിക്കിൾ ഉപയോഗിക്കണം. പഠിച്ചു വെക്കുക, സെറ്റ് ആകുക. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ഇന്ന് വളരെ പെട്ടെന്നുള്ള വരവായി പോയി, എങ്കിലും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ മെയിൻ ചാനലിന് നൽകുന്ന സപ്പോർട്ട് നൽകണം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നമുക്ക് ടീച്ചിങ് ചാനലിലൂടെ സൈക്കോളജി, മാത്സ്, ഇംഗ്ലീഷിൻ്റെ സീരീസിന് കൃത്യമായിട്ട് പരീക്ഷ വരെ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ തുടക്കമാവട്ടെ ഈ ക്ലാസ്. ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ടീച്ചിങ് ചാനലൊന്ന് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് നിങ്ങളുടെയും കൂടെ ആവശ്യമാണെന്ന് ഓർക്കുക. സോ ഇനി എൻ്റെ ഒരു സപ്പോർട്ട് എപ്പോഴും ഈ ടീച്ചിങ് ചാനലിൽ അവസാനം വരെ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു തരാം. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ബുക്ക് ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും കൊടുത്തിരുന്നു. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കയറിയിട്ട് നിങ്ങൾ പേജ് ഫോളോ ചെയ്തതിന് ശേഷം അതിനകത്ത് ആ വീഡിയോയുടെ താഴെ നിങ്ങൾ ബുക്ക് എന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ബുക്ക് കിട്ടും. വളരെ പ്രയോജനപ്രദമാണ്. 2025 മുഴുവൻ കറണ്ട് അഫയേഴ്സും ഉള്ള പാർട്ട് 1 ബുക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.